അസ്സലാമു അലൈക്കും. ഖുർആനിലെ 113 അധ്യായമാണ് സൂറ അൽ ഫലക്. ഈ സൂറ പാരായണം ചെയ്യുന്നതിലൂടെ നിരവധി നേട്ടങ്ങളാണ് നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നത്. രാത്രിയുടെ ഇരുട്ടിൽ നിന്നും, മന്ത്രവാദത്തിൻ്റെ ദോഷങ്ങളിൽ നിന്നും, അസൂയയുള്ള വ്യക്തികളുടെ ദുരുദ്ദേശങ്ങളിൽ നിന്നും അള്ളാഹുവിൻ്റെ സംരക്ഷണം തേടുന്ന ചെറുതും എന്നാൽ ഏറ്റവും ശക്തമായ ഒരു പ്രാർത്ഥനയാണിത്. ദൃശ്യവും അദൃശ്യവുമായ ഭീഷണികൾക്കെതിരായ ആത്യന്തിക കവചമായി അള്ളാഹുവിൽ ആശ്രയിക്കുന്നതിനെ ഇത് ഊന്നിപ്പറയുന്നു. ജീവിതത്തിൻ്റെ വിവിധ വശങ്ങളിൽ ദൈവിക സംരക്ഷണത്തിനായുള്ള ശക്തമായ പ്രാർത്ഥനയായും ഇത് പ്രവർത്തിക്കുന്നു. ഗുരുതരമായ രോഗാവസ്ഥയിൽ ഇത് ഗുണം ചെയ്യും. സൂറ ഫലക് പാരായണം ചെയ്യുന്ന ഒരാൾക്ക് ഒരു വെള്ളിയാഴ്ച മുതൽ മറ്റൊരു വെള്ളിയാഴ്ച വരെ സംരക്ഷണം ലഭിക്കുന്നു. സൂറ ഫലക്കിൻ്റെ ആദ്യ വാക്യം ഒരു വിശ്വാസിയെ എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവായ അള്ളാഹുവിൽ അഭയം തേടാൻ പഠിപ്പിക്കുന്നു. അത് ഏറ്റവും ചെറിയ വിത്തായാലും അല്ലെങ്കിൽ ഭീമാകാരമായ പർവ്വതങ്ങളായാലും. തീർച്ചയായും അള്ളാഹു എല്ലാറ്റിനെക്കുറിച്ചും അറിയുന്നവനും എല്ലാത്തിനുമേൽ അധികാരമുള്ളവനുമാണ്. സൂറ ഫലക്കിലെ രണ്ടാമത്തെ വാക്യത്തിലെ തിന്മ എന്ന വാക്ക് ഒരാൾക്ക് ഉണ്ടായിരിക്കാവുന്ന മോശം സ്വഭാവങ്ങളെയോ സൂചിപ്പിക്കുന്നു. മാന്യത, സഹാനുഭൂതി, സഹായ മനസ്ഥിതി, സൗമ്യത, ശുചിത്വം എന്നിവയുൾപ്പെടെയുള്ള നന്മയുടെ അഭാവം മോശം സ്വഭാവങ്ങളെ സൃഷ്ടിക്കുന്നതിലേക്ക് നയിക്കുന്നു. ഇത് അള്ളാഹുവിൻ്റെ പാതയിൽ നിന്ന് നമ്മെ വഴിതെറ്റിക്കാൻ കാരണമാകുന്നു. സൂറ ഫലക്കിലെ മൂന്നാമത്തെ വാക്യം ഇരുട്ടിൽ, അതായത് രാത്രിയിൽ അള്ളാഹുവിൽ അഭയം തേടേണ്ടതിൻ്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നു. മോഷണം, കൊലപാതകം, കവർച്ച തുടങ്ങി നിരവധി ഹീനമായ കുറ്റകൃത്യങ്ങൾ വ്യക്തതയോ വെളിച്ചമോ ഇല്ലാത്തതിനാൽ രാത്രിയിൽ സംഭവിക്കാം. തീർച്ചയായും ഇരുട്ട് ചുറ്റുപാടുകളെ മൂടിയിരിക്കുന്നു. മറുവശത്ത് നമ്മുടെ സ്വന്തം ഇരുട്ട് കാരണം നമുക്ക് അപകടങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. അതിനാൽ ബാഹ്യവും ആന്തരികവുമായ ഇരുട്ടിൽ നിന്ന് അകന്നു നിൽക്കാൻ നാം അള്ളാഹുവിൻ്റെ സംരക്ഷണം തേടണം. സൂറ ഫലക്കിലെ നാലാമത്തെ വാക്യം മനുഷ്യരോ ജിന്നുകളോ മറ്റ് ജീവികളെ ഉപദ്രവിക്കാൻ സിഹറുകൾ ഉപയോഗിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. എന്നിരുന്നാലും എല്ലാത്തിനും അള്ളാഹുവിൻ്റെ അനുമതി ആവശ്യമാണ്. തീർച്ചയായും സിഹറുകൾ ചെയ്യുന്നവരിൽ നിന്നും അവരുടെ സിഹറുകളിൽ നിന്നും സംരക്ഷണം ലഭിക്കാൻ അള്ളാഹുവിൽ അഭയം തേടാൻ ഈ സൂറ നമ്മെ പഠിപ്പിക്കുന്നു. സൂറ ഫലക്കിലെ 5-ാം വാക്യം അസൂയ, അഹങ്കാരം എന്നിവയുടെ തിന്മകളെക്കുറിച്ച് സംസാരിക്കുന്നു. ഇത് സൂറ ഫലക്കിൻ്റെ അവസാനത്തെ ആയത്ത് കൂടിയാണ്. മറ്റുള്ളവരുടെ ജീവിതം കണ്ട് പലരും അസൂയപ്പെടുന്നു. ഈ അസൂയ മറ്റുള്ളവരിലേക്ക് ദുഷ്ടദൃഷ്ടികൾ എറിയുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ ഈ സൂറത്ത് പാരായണം ചെയ്യുന്നയാൾക്ക് അസൂയ പോലുള്ള തിന്മകളിൽ നിന്ന് സംരക്ഷണം നേടാൻ സഹായിക്കുന്നു. സൂറത്തുൽ ഫലക്ക് ദിവസവും പാരായണം ചെയ്യുന്നതിലൂടെ നിരവധി നേട്ടങ്ങളുണ്ട്. ഗുരുതരമായ രോഗാവസ്ഥയിൽ ഗുണം ചെയ്യുമെന്ന് മുമ്പ് പറഞ്ഞല്ലോ. ഒരു ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗിയാകുമ്പോഴെല്ലാം അദ്ദേഹം മുഅവ്വിദത്തൈനി, സൂറ ഫലക്ക്, സൂറ അന്നാസ് ഓതുകയും പിന്നീട് ശരീരത്തിൽ ശ്വാസം ഊതുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിന് ഗുരുതരമായ രോഗം ബാധിച്ചപ്പോൾ ഞാൻ ഈ സൂറത്തുകൾ ഓതുകയും അനുഗ്രഹം പ്രതീക്ഷിച്ച് അദ്ദേഹത്തിൻ്റെ കൈകൾ ശരീരത്തിൽ തടവുകയും ചെയ്യാറുണ്ടായിരുന്നു. ദുഷിച്ച കണ്ണിൽ നിന്നുള്ള സംരക്ഷണം നൽകുന്നു. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ സഹായിക്കുന്ന ഒരു സൂറത്താണിത്. മനുഷ്യരാശിക്ക് വരുത്തിവയ്ക്കാവുന്ന എല്ലാത്തരം തിന്മകൾക്കും ദോഷങ്ങൾക്കും എതിരെ സൂറ ഫലക്കിലെ 5 വാക്യങ്ങൾ അതിശക്തമാണ്. അതിൻ്റെ ശക്തമായ ഉള്ളടക്കം മഹാനായ അള്ളാഹുവിൻ്റെ ശക്തിയെ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.